Hello friends, Assalamualaikum. Welcome back to our channel. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കമ്മ്യൂണിറ്റി ടാബിനകത്തൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു പറഞ്ഞിട്ട്. പിന്നെ കുറേ പേര് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നമ്മുടെ വിന്നറിനെ അനൗൺസ് ചെയ്യാനൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് ചെയ്യാണ്. നമ്മുടെ വിന്നറിനെ ഇന്ന് അനൗൺസ് ചെയ്യാൻ പോവാണ്. പിന്നെ ഗിവ് അവേനെ പറ്റിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും പ്രൊസീജിയേഴ്സും ഒക്കെ ഞാൻ ആ 1K വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള 5 വീഡിയോസ് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിനകത്ത് നിന്ന് കമൻസിന് ചൂസ് ചെയ്തിട്ട് അതിൽ ഒരാളാണ് നമ്മുടെ വിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം വരെ നമുക്ക് വന്നിട്ടുള്ള എല്ലാ കമൻസും ഞാൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സ്റ്റാർട്ടർ എന്ന രീതിയിൽ എനിക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഗിവ് അവേ വെച്ചപ്പോഴായാലും കുറേ പേര് അതിനകത്ത് കമൻറ്റ് ചെയ്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു സന്തോഷം തരുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ ഓരോ ന്യൂ അപ്ലോഡ്സിലും എല്ലാവരും പറയും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഓരോ കാര്യത്തിലും. ഇപ്പോൾ ഞാൻ പറയുന്ന വോയിസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വീഡിയോയുടെ എഡിറ്റിംഗ് ആയിക്കോട്ടെ എന്ത് കാര്യങ്ങളായാലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. നമ്മളുടെ ഓരോ കാര്യങ്ങളും വാച്ച് ചെയ്ത് അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗിവ് അവേനെ പറ്റി പറയുകയാണെങ്കിൽ 1K വീഡിയോനകത്ത് പറഞ്ഞിട്ടുള്ള 5 വീഡിയോസാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ 5 വീഡിയോസിലും വന്നിട്ടുള്ള എല്ലാ കമൻസും നമ്മൾ കൺസിഡർ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഒരു കമൻറ്റിന് നമ്മൾ ഗിവ് അവേ കൊടുക്കും. അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് 5 വീഡിയോ ആണല്ലോ. അപ്പോൾ ഓരോ വീഡിയോയിൽ നിന്നും 2 കമൻറ്റ് വീതം ചൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കമൻറ്റ് പിക്കർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോനകത്ത്. ഓരോ വീഡിയോയിൽ നിന്നും 2 കമൻറ്റ് വീതം ചൂസ് ചെയ്തതിന് ശേഷം നമുക്കൊരു ലിസ്റ്റ് ഓഫ് നെയിംസ് കിട്ടുമല്ലോ. അതിൽ നിന്ന് ഒരാളെയാണ് ഞാൻ വിന്നറായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മുടെ വിന്നറിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കമൻറ്റ് എടുക്കുന്നത് കമൻറ്റ് പിക്കർ വെച്ചിട്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ commentpicker.com എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. commentpicker.com റാൻഡം കമൻറ്റ് പിക്കർ ഫോർ ഫേസ്ബുക്ക്. നമ്മുടെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പോലുള്ള എല്ലാ സോഷ്യൽ മീഡിയാസിലും നമുക്ക് ഈസിലി കമൻറ്റ് പിക്ക് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ ഞാൻ ഇതിനകത്തു നിന്നാണ് നമ്മുടെ കമൻറ്റ്സ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ യൂട്യൂബ് റാൻഡം കമൻറ്റ് പിക്കർ എന്നൊരു ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ വരും നമ്മുടെ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ യൂട്യൂബ് വീഡിയോൻ്റെ URL പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ 2 ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഫിൽറ്റർ ഡ്യൂപ്ലിക്കേറ്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫിൽറ്റർ കമൻറ്റ് ബേസ്ഡ് ഓൺ എ സ്പെസിഫിക് ടെക്സ്റ്റ്. നമ്മളിപ്പോൾ സ്പെഷ്യലായിട്ട് നമ്മുടെ കമൻറ്റിൽ ഈ എന്തെങ്കിലും ഒരു സ്പെസിഫിക് കോഡൊന്നും മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് വേണ്ട. പിന്നെ അതുപോലെ തന്നെ ഫിൽറ്റർ ഡ്യൂപ്ലിക്കേറ്റ് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഇനേബിൾ ആക്കി ഇടുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു യൂസർ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ സെയിം വീഡിയോന് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫിൽറ്റർ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ URL പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കൺസിഡർ ചെയ്യുന്ന വീഡിയോസിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 5 വീഡിയോസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 5 വീഡിയോസിൽ നിന്നും നമ്മൾ 2 കമൻറ്റ് വീതം ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് വീഡിയോൻ്റെ URL പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനായിട്ടുള്ള കമൻറ്റ്സ് നമുക്ക് അവർ സോർട്ട് ചെയ്ത് തരും. അപ്പോൾ ഞാനിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ള വീഡിയോസ് എന്ന് പറയുന്നത് ഈ ഒരു 5 വീഡിയോസാണ്. ഈ ഒരു ലൈനിലുള്ള 5 വീഡിയോസാണ് നമ്മൾ കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോസ്. അപ്പോൾ ഈ 5 വീഡിയോസിൻ്റെ ലിങ്കും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു സൈറ്റിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ വീഡിയോസിനും കമൻസിനെ ചൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ആണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത്. അതിൽ നമ്മൾ ഗെറ്റ് ഷെയറബിൾ ലിങ്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനതിവിടെ ഈ URLൻ്റെ സ്ഥലത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫിൽറ്റർ ഡ്യൂപ്ലിക്കേറ്റ് യൂസർ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. സ്പെസിഫിക് ടെക്സ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ഇനേബിൾ ചെയ്യണില്ല. ഗെറ്റ് യൂട്യൂബ് കമൻറ്റ്സ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എമൗണ്ട് ഓഫ് യൂണീക്ക് കമൻറ്റ്സ് വന്നിരിക്കുന്നത് 56 ആണ്. ഇനി നമുക്ക് നമുക്കൊരു വിന്നറിനെ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് 56 കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ പിക്ക് റാൻഡമായിട്ടൊരു വിന്നറിനെ സെലക്ട് ചെയ്തിട്ടുള്ളത് റാംവി മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലാണ്. ഡെഫിനറ്റ്ലി ഐ വിൽ ട്രൈ ദിസ് അറ്റ് ഹോം എന്നാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു നെയിം നമുക്ക് നോട്ട് ചെയ്ത് വെക്കണം. കാരണം നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ 2 കമൻറ്റ് ചൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ 5 വീഡിയോസിൽ നിന്നും 2 കമൻറ്റ് ചൂസ് ചെയ്തിട്ട് ആ ഒരു ലിസ്റ്റ് ഓഫ് നെയിമിൽ നിന്ന് നമ്മൾ നെയിം പിക്കർ യൂസ് ചെയ്തിട്ട് നെയിം ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് ഈ ഒരു നെയിം നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ ഈ ഒരു നെയിം കോപ്പി ചെയ്തിട്ട് നമ്മുടെ നോട്ട് പാഡിനകത്ത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നെയിം എന്ത് ചെയ്യാം, ഈ ഒരു നോട്ട് പാഡിനകത്ത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് സെയിം ഈ വീഡിയോന്ന് തന്നെ ഈ ഒരു സെയിം URLൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കമൻറ്റും കൂടി പിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളൊരു വീഡിയോന്ന് 2 കമൻറ്റ്സ് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ളത് റഷീദ ഖാലിദ് എന്ന് പറഞ്ഞിട്ടൊരു നെയിമാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു കിഡിലൻ ഡ്രിങ്ക് ആണല്ലോ, ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു നെയിമും കൂടിയും കോപ്പി ചെയ്തിട്ട് നോട്ട് പാഡിൽ പേസ്റ്റ് ചെയ്തിട്ട് നോട്ട് ചെയ്ത് വയ്ക്കാം. അതിനകത്ത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് റഷീദ ഖാലിദ് എന്ന് പറഞ്ഞിട്ടുള്ള നെയിം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോന്ന് എടുത്തിട്ടുണ്ട്, 2 കമൻറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ടച്ച് പെൻ്റെ വീഡിയോ ആണ്. അതിൽ നിന്ന് നമുക്ക് കമൻറ്റ് എടുത്തിട്ട് ഗെറ്റ് ഷെയറബിൾ ലിങ്ക് എടുത്ത് ഇതിനകത്തേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. സെയിം ഫിൽറ്റർ ഡ്യൂപ്ലിക്കേറ്റ് യൂസർ ഗെറ്റ് യൂട്യൂബ് കമൻറ്റ്സ് സോർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വന്നിട്ടുള്ളത് 58 കമൻറ്റ്സ് ആണ്. ഇനി അതിൽ നമുക്ക് റാൻഡമായിട്ടൊന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഫസ്റ്റ് നമ്മുടെ ഈസി ടച്ച് പെൻ എന്ന് പറയുന്ന വീഡിയോൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് ബിന്ദു നായർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേച്ചിയുടെയാണ്. അതാ ഈ ഒരു നെയിമും കൂടി ഞാൻ കോപ്പി ചെയ്തിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു വിന്നറിനും കൂടിയും വേണം. സോ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഈ ഒരു ടച്ച് പെൻ വീഡിയോൻ്റെ നെക്സ്റ്റ് കമൻറ്റ് ചൂസ് ചെയ്തിട്ടുള്ളത് സിന്ധു എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയുടെയാണ്. ക്രിയേറ്റീവ്ലി സിമ്പിൾ ആൻഡ് പവർഫുൾ എന്നാണ് ചേച്ചി കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കതും കൂടിയും ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട് ഞാൻ. നമുക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കുറച്ചൊന്ന് ഫോണ്ട് വലുതാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 2 വീഡിയോൻ്റെ 2 കമൻറ്റ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കണം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ടച്ച് പെന്ന് മേലെ എടുക്കുന്നത് നൂഡിൽസ് ബേലിൻ്റെ കമൻറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഈ ഒരു ഏരിയയിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫിൽറ്റർ ഡ്യൂപ്ലിക്കേറ്റ്സ് യൂസർ സെയിം ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഗെറ്റ് യൂട്യൂബ് കമൻറ്റ്സ് 70 കമൻറ്റ്സ് ആണ്. ഇതിനകത്തുനിന്ന് സോർട്ട് ചെയ്തെടുത്തിട്ടുള്ള യൂണിക് കമൻറ്റ്സ് എന്ന് പറയുന്നത് 70 ആണ്. മിസ്നാമോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ കമൻറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ഏതായിരുന്നു വീഡിയോ, നൂഡിൽസ് ബേൽ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോൻ്റെ കമൻറ്റ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് കമൻ്റായിട്ട് നമുക്ക് ചൂസ് ചെയ്ത് വന്നിട്ടുള്ളത് മിസ്നാമോൾ സൂപ്പർ നൂഡിൽസ് യമ്മി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ്. അപ്പോൾ ഈ ഒരു മിസ്നാമോൾ ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി സെയിം നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു വിന്നറിനും കൂടി വേണം ഈ ഒരു വീഡിയോനകത്തുനിന്ന്. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് ശുഭ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയുടെ കമൻറ്റാണ്. ഹായ് ചേച്ചി, സൂപ്പർ നൂഡിൽസ് റെസിപ്പി, ഇറ്റ്സ് റിയലി ഡിഫറെൻറ്റ് സ്നാക്ക്, ഈസി ടു പ്രിപ്പയർ, ടേസ്റ്റി റെസിപ്പി, എമ്മി ബേൽ നൂഡിൽസ് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശുഭ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയുടെ കമൻറ്റ് ഞാൻ ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് 2 വീഡിയോസും കൂടി ഉണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മളിപ്പോൾ 3 വീഡിയോസിൻ്റെ 2 കമൻറ്റ്സ് വെച്ചിട്ട് ചൂസ് ചെയ്തിട്ടുണ്ട്. 6 പേര് നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഹോം മെയ്ഡ് പെയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നെക്സ്റ്റ്. അപ്പോൾ ഈ ഒരു 4th വീഡിയോൻ്റെ ലിങ്കും ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. സെയിം ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. ഫിൽറ്റർ ഡ്യൂപ്ലിക്കേറ്റ് യൂസേഴ്സ് ഇനേബിൾ ചെയ്തിട്ടുണ്ട്. ഗെറ്റ് യൂട്യൂബ് കമൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എമൗണ്ട് ഓഫ് യൂണീക്ക് കമൻറ്റേഴ്സ് എന്ന് പറയുന്നത് 91 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി അതിൽ നിന്ന് നമുക്ക് റാൻഡം വിന്നറിനെ പിക്ക് ചെയ്യാം.
അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള കമൻറ്റ് എന്ന് പറഞ്ഞാൽ ടീന പോളിൻ്റെ ആണ്. വോ ഗ്രേറ്റ്, ഐ വിൽ ട്രൈ, താങ്ക്സ് ഫോർ ദിസ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റാണ് ഇട്ടിട്ടുള്ളത്. ടീന പോൾ, എനിക്ക് തോന്നുന്നു ഇത് എൻ്റെ ഫ്രണ്ടാണെന്ന്, എനിക്ക് കറക്റ്റ് അറിയില്ല, എൻ്റെ സ്കൂൾ ഫ്രണ്ടാണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ടീന പോൾ എടുത്തിട്ടുണ്ട്, ഞാൻ ആ ഒരു കമൻറ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. സെയിം നമുക്ക് ഇതിൽ നിന്ന് ഒരു വിന്നറിനും കൂടി വേണം. ഈ ഒരു വീഡിയോയിൽ നിന്ന് ഒരു വിന്നറിനും കൂടി നമുക്ക് ചൂസ് ചെയ്യാനുണ്ട്. മൻഹ നിഷാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ കമൻറ്റാണ് രണ്ടാമത്തെ കമൻറ്റായിട്ട് പിക്ക് ചെയ്തിട്ടുള്ളത്. ഗുഡ് ഐഡിയ, കുട്ടികൾക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം, താങ്ക് യു ഫോർ ഷെയറിംഗ് എന്നാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൻഹ നിഷാദിൻ്റെ കമൻറ്റ്, മൻഹ നിഷാദിൻ്റെ നെയിം ഞാനൊന്ന് നോട്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്കിവിടെ 2, 4, 6, 8 ഓക്കെ 2 more കമൻസും കൂടി നമുക്ക് എടുക്കാനുണ്ട്. നമ്മുടെ 5 വീഡിയോസിൻ്റെ ആണല്ലോ വേണ്ടത്. ഇപ്പോൾ നമ്മൾ 4 വീഡിയോസിൻ്റെ കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് വീഡിയോൻ്റെ നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 1K സ്പെഷ്യൽ വീഡിയോ ആണ്. അതിനാണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നിട്ടുള്ളതും. ഞാനതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്, ഇതിനകത്തേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫിൽറ്റർ ഡ്യൂപ്ലിക്കേറ്റ് യൂസർ യൂട്യൂബ് കമൻറ്റ്സ്. ഓക്കെ, അപ്പോൾ 119 കമൻറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്തുനിന്ന് യൂണീക്ക് കമൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുള്ളത്. 119 ആണ്. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു റാൻഡം വിന്നറിനെ പിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് കൃഷ്ണവേണി PR എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. കൃഷ്ണവേണി PR എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവളുടെ കമൻറ്റാണ് ഇതിനകത്തുനിന്ന് പിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നെയിം നമുക്ക് കോപ്പി ചെയ്തിട്ട് ഇതിനകത്തേക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു കമൻറ്റും കൂടി നമുക്ക് എടുക്കാനുണ്ട് ഈ ഒരു സെയിം വീഡിയോന്ന്. ലാസ്റ്റ് കമൻറ്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ബോൺ ഹംഗ്രി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോൺ ഹംഗ്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലാണ്. ഹേയ്, കൺഗ്രാറ്റ്സ് ഓൺ 1K ഡിയർ, നൈസ് വീഡിയോ, യമ്മി ഡെസേർട്ട്, ഓൾ വിഷസ് ടു യു ആൻഡ് സഹലാസ് ക്രിയേഷൻസ്, ഗിവ് അവേ എനിക്ക് അടിക്കണേ എന്ന പ്രാർത്ഥനയോടെ എന്നാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു നെയിമും കൂടി നമുക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ 5 വീഡിയോസിൽ നിന്ന് 2 കമൻറ്റ് വെച്ചിട്ട് ചൂസ് ചെയ്തിട്ടുണ്ട്. ഇതാ, അപ്പോൾ റാംവി മീഡിയ, ഋഷിത ഖാലിദ്, ബിന്ദു നായർ, സിന്ധു S, മിസ്നമോൾ, ശുഭ, ടീന പോൾ, മൻഹ നിഷാദ്, കൃഷ്ണവേണി PR, ബോൺ ഹംഗ്രി. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തുനിന്ന് നമ്മൾ ഒരാൾക്കാണ് ഗിവ് അവേ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നെയിം പിക്കർ യൂസ് ചെയ്തിട്ട് നമുക്ക് സെയിം പ്രോസസ്സ് ചെയ്യാം. നമുക്കൊരു നെയിം പിക്കറിൻ്റെ ഏതെങ്കിലും ഒരു സൈറ്റ് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു 10 നെയിമിൽ നിന്ന് എന്ത് ചെയ്യാം, നമ്മുടെ സെയിം സൈറ്റിൻ്റെ തന്നെ നെയിം പിക്കർ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സെയിം കമൻറ്റ് പിക്കറിൻ്റെ സൈറ്റിൻ്റെ തന്നെ നെയിം പിക്കർ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ആ ഒരു സൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് റാൻഡമായിട്ട് നെയിം പിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു 10 നെയിം ഉണ്ടല്ലോ, ഇതാ ഈ ഒരു 10 നെയിം ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇതാ ഇതിനകത്ത് നമ്മൾ നെയിംസ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഫയൽ ഇമ്പോർട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നെയിം സെപ്പറേറ്റ് ലൈൻസിലായിട്ട് നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. മൊത്തം നെയിം കോപ്പി ചെയ്തിട്ട് ഇതിനകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 10 പേരുണ്ട്. അപ്പോൾ ഈ ഒരു 10 പേരെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് റിമൂവ് നെയിം ഫ്രം ലിസ്റ്റ് ഓഫ് നെയിംസ് ആഫ്റ്റർ ഡ്രോ, സ്പ്ലിറ്റ് നെയിംസ് ബൈ സ്പേസ്, അത് വേണ്ട. പിന്നെ ഫിൽറ്റർ ഡ്യൂപ്ലിക്കേറ്റ് നെയിംസ്, അതും നമുക്ക് കൊടുക്കാം. പക്ഷേ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് നെയിംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഇഷ്യൂ ഇല്ല. അപ്പോൾ ആ ഒരു ഫിൽറ്റർ വേണമെന്നില്ല. എമൗണ്ട് ഓഫ് നെയിം എന്ന് പറയുന്നത് 10 ആണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, റാൻഡംലി നമുക്കൊരു നെയിം ചൂസ് ചെയ്യാം. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മുടെ വിന്നർ എന്ന് പറയുന്നത് ബോൺ ഹംഗ്രി ആണ്. ഇതാ നോക്ക്, നമ്മളിപ്പോൾ 10 പേരാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ചൂസ് ചെയ്ത് വെച്ചിട്ടുള്ള 10 പേരും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ അതിനകത്തുനിന്ന് നമ്മളിപ്പോൾ ചൂസ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതാ റാൻഡമായിട്ടൊരു വിന്നറിനെ ചൂസ് ചെയ്തിട്ടുള്ളത് ബോൺ ഹംഗ്രി ആണ്. അപ്പോൾ ബോൺ ഹംഗ്രി, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനലിന് സപ്പോർട്ട് ഉണ്ടാവണം. ഇതുപോലെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കമൻറ്റ്സ് അറിയിക്കണം. അപ്പോൾ എല്ലാവരും ഇതിനകത്ത് കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് ഒരു ലക്ക് എന്ന് പറയുന്നത് ഒരാളുടെ കൂടെയാണ്. സോ നമ്മൾ ഈ ഒരു ഗിവ് അവേ ഒരാൾക്കാണ് വിന്നർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി വരും ഗിവ് അവേസ് നമ്മൾ ചെയ്യുമ്പോഴത്തേനും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് 2-3 വിന്നേഴ്സിനൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ഗിവ് അവേ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ബോൺ ഹംഗ്രിക്ക് കൺഗ്രാറ്റുലേഷൻസ്. തുടർന്ന് നമ്മുടെ ചാനലിന് ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ 1K സ്പെഷ്യൽ ഗിവ് അവേ വിന്നറിനെ റിവീൽ ചെയ്തിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻ. നമ്മുടെ ബോൺ ഹംഗ്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മളൊരു കുഞ്ഞൊരു ഗിവ് അവേ ആണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ടാണ് ഒരു 1 വിന്നർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി വരും ജേണിയിൽ നമുക്കിതുപോലെ സ്പെഷ്യൽ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരുപാട് പേർക്കൊക്കെ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതുവരെ എല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം നമ്മുടെ വീഡിയോസിനും അതുപോലെ തന്നെ നമ്മുടെ ചാനലിനും ഒക്കെ. അപ്പോൾ നമ്മുടെ ഗിവ് അവേൻ്റെ വിന്നർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നമ്മുടെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെ കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ അഡ്രസ്സും ഒന്ന് മെയിൽ ചെയ്ത് അയയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ഗിഫ്റ്റ് ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ see you with another one. Until then, take care. Assalamu alaikum.